അതിന്റെ ചെലവ് കൊണ്ടിരുന്നില്ല ഇവന്മാരാണ് ഇങ്ങനെ ഉണ്ടായിട്ട് നടത്താൻ നമ്മൾ എന്റെ വീട്ടിൽ പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾ എന്റെ അമ്മയെ നോക്കിയുണ്ടല്ലോ അവര് കൊണ്ടുവന്ന് പോലീസുകാരെ കൊണ്ടുവന്ന് എന്റെ വീട് അറിയാമല്ലോ ഒരു പോലീസുകാരെ കൊണ്ട് നമ്മുടെ വീട് സെർച്ച് ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ അമ്മയും കൂടെ മൃതദേവനെ പോയതാ അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പോലീസുകാർ ഈ സ്വാഗരാജെല്ലാം കൂടെ കമ്പിയെല്ലാം കൊണ്ടുവന്ന് പോലീസുകാർക്ക് ഈ രാജമേന്ന് പറയുന്ന പെൺപിള്ളയാ അവരെന്റെ വീടാണ് ഈ വീടിനകത്ത് ആര് നിന്നാലും അങ്ങനെ അറിയാതെ ഒന്നാമത് വീട്ടില് ആരെയാലും കാണാൻ പറ്റും കാണാൻ വേണ്ടിയാണ് കാണാൻ പറ്റുന്നത് ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് അറിയാൻ പറ്റുമോ കാണാം എന്നിട്ട് ഇതിനകത്ത് അഴിച്ചു കയറി ഞങ്ങളുടെ ഇതിനകത്ത് 1.25 മണിക്കൂർ ഞാൻ കൊണ്ടൊന്ന് അമേരിക്ക കോടതി കൊടുത്തിട്ടുണ്ടത് അത് ഇപ്പോഴും അവിടെ കാണിക്കുന്നത് ഇതിനകത്തകത്ത് കയറി എന്റെ ക്യാമറയെല്ലാം ഹാക്ക് ചെയ്ത് അറിയാവില്ല ഇങ്ങനെ പല കള്ളത്തരങ്ങൾ ഇവന്മാര് ചെയ്തിട്ടുണ്ടോ ഇവന്മാര് പറയുന്ന ഒന്നും അല്ല കാര്യം ഞാൻ എണ്ണ ഇട്ട് പറഞ്ഞു തരാൻ എന്റെ ഈ തെളിവ് ഇരിപ്പുണ്ട് ഇവിടെ വന്ന് ക്യാമറ അടിച്ചു കൊടുക്കുന്നത് എന്റെ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ തെളിവായിട്ട് റെക്കോർഡ് ഇതെല്ലാം ഇപ്പോഴുണ്ട് കണക്ട് ചെയ്യുന്നത് വയറിലെടുക്കാറുണ്ട് എനിക്ക് ഞാൻ 50,000 രൂപ കണക്ട് ചെയ്ത് വെച്ചത് കേട്ടോ ഇവന്മാർ ഇങ്ങനെ കൂട്ടായിട്ട് നടത്തും ഇവന്മാരെ കൂട്ടായിട്ട് തികഞ്ഞു എന്ത് കൂട്ടായിട്ട് നടത്തുന്നു അത് സുബ്രഹ്മണ്യം വിളിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ദിവസത്തെ ഇവന്റെ മോനെ കൊണ്ട് വന്നായിരുന്നു ഡ്രാമ ഒക്കാതെ ഇവ തിരിച്ചാണ് മോനെ കൊണ്ടിരുന്നത് എന്നിട്ടത് ഭയങ്കര ചിന്തയായിരുന്നു എന്റെ കയ്യിൽ ഇപ്പോൾ അപ്പൊ എന്താ എന്ത് പറഞ്ഞ ദിവസം എന്നെ കുറിച്ച് ഇവന്മാരുടെ കഥ ഉണ്ടാക്കാൻ ഞാൻ മണ്ണ് പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾ വന്ന് വഴിയിരിക്കുന്നത് ഉണ്ടോ അതുപോലെയാണ് എനിക്ക് അങ്ങനെ നിയമമൊക്കെ അറിയില്ലയോ എന്റെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കേണ്ട എന്റെ ഇഷ്ടമില്ല ഞാൻ അതല്ല മൗലിക അവകാശമുണ്ട് ഇന്ന് സോമരാജ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നീ 17 എഴുതി വെച്ചിരിക്കുന്ന ആളെ വരാം ഞാൻ പറഞ്ഞ എന്റെ ഭർത്താവ് രാജസ്ഥാനി അഡ്വക്കേറ്റ് മുകേഷ് കുമാർ എന്റെ ഭർത്താവാണ് അദ്ദേഹത്തിന്റെ പേരാണ് എന്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹം കൂടെ 3-4 വർഷം ഡൽഹി താമസിക്കേണ്ട തെളിവ് ഫുൾ എന്റെ കയ്യിലുണ്ട് ഒരു ഇതില്ലാതെ എന്റെ കയ്യിലുണ്ട് തെളിവ് കേട്ടോ ഇവനാണ് എന്നോട് ചോദിച്ചു ഇവന്റെ വീട്ടില് ഇവന്റെ കൊച്ചുമോളെയോ ഇവന്റെ മോഹൻ സിംഗ് എന്റെ ബന്ധുവഴി ഇരിക്കുന്നു നിന്റെ കാര്യം ചെയ്യാമോ അല്ലെങ്കിൽ നിന്റെ ആളെ വെച്ച് നോക്കി ഞാനാണ് ബന്ധം അറിയുന്നത് ആണോ ആണോ ഞാൻ ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അല്ല ബോധക്കേട് വല്ലോ പറയുന്നുണ്ട് ഇല്ലല്ലോ ഇവൻ ചോദിക്കുന്ന ഇവനൊക്കെ ഇല്ലേ ബോധക്കേട് ഇവരൊക്കെ ചോദിക്കുന്നതേ ബോധക്കേടുണ്ട് എന്റെ അതിലേല് എനിക്ക് ഇഷ്ടമുള്ള പേര് ഇവനും തമ എന്തോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവന്മാർക്ക് എന്തൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നടക്കാത്തതുകൊണ്ടാണ് ഇവന്മാർക്ക് ചോദിക്കുന്നത് നിന്റെ അതിലേക്ക് ഈ ആളെ പേരാന്നുള്ളത് ഞാൻ പറഞ്ഞ എന്റെ ഭർത്താവ് രാജസ്ഥാനി മുകേഷ് കുമാർ അഡ്വക്കേറ്റ് മുകേഷ് കുമാർ അദ്ദേഹത്തിന്റെ വിളിക്കുന്ന പേരാണ് മുകേഷ് കുമാർ എന്ന് എഴുതാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏതെങ്കിലും വക്കീലമാരെ സംബന്ധിച്ച് മുകേഷ് കുമാർ എന്ന് പറയുന്നത് കൂടുതൽ പറയുന്നുണ്ട് അവനല്ലേ അതുകൊണ്ട് ഈ മുസ്ലിം ഗുജറാത്ത് ഗുജറാത്ത് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ജാതിയ അങ്ങനെ അറിയാവോ അറിയാമല്ലോ ഗുജറാത്ത് എന്ന് പറയുന്നത് അവരുടെ ഒരു ജാതിയ നമ്മുടെ ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ കൂട്ടുള്ള സെയിം സ്റ്റാൻഡേർഡുള്ള ജാതിയാണ് ബാക്ക്വേർഡ് ക്ലാസ് വരുന്നതാണ് ഇതാണ് ജാതി അപ്പം അതുകൊണ്ടാണ് മുസ്ലിം ഗുജറാത്ത് തന്നെ എഴുതിയത് മുകേഷ് കുമാർ എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ മുകേഷ് കുമാർ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പേര് ഞാൻ എഴുതിയത് കാരണം ഒഫീഷ്യൽ നെയിം മുകേഷ് കുമാർ എന്ന് പറയും ഇവരാരാണ് ഞാൻ ഇവരെ വലിയൊരു മീനിങ് ഓൾറെഡി ഒരു തീരെ പേര് എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടോ ഉണ്ടോ ഇല്ലയോ അന്ന് പറ ന്യായമായ കാര്യം പറഞ്ഞാൽ ഉണ്ടോ എനിക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ നാളെ മോഹൻജി ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് എന്തോ സമയേണ്ട കാര്യമോ അല്ലെ അവരുടെ ഇതൊക്കെ ഇവന്മാരീ പറയുന്നത് നിങ്ങൾ എന്ത് ന്യായം പറയുക നിങ്ങൾ എന്ത് ന്യായം പറയുന്നത് ഇവർക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ട് ചികിത്സിക്കാൻ പറയും ഇവന്മാർക്കാണ് കുഴപ്പം കേട്ടോ ഇവന്മാര് കൊണ്ട് ചികിത്സിക്കാൻ പറയും എന്റെ ഓരോ ദിവസവും എന്തുമാത്രം ഉപദ്രവമായി ചെയ്യുന്നത് നീക്കാന്ന് അറിയാൻ നല്ലതുപോലെ എന്ത് ഇതൊക്കെ എടുക്കുന്നത് എന്ത് ചെയ്യുമോ ഇവന്മാര് ആരെ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ചോണ്ടിരിക്കുന്നത് ഇവന്മാർക്ക് വരെ പണിയുണ്ടല്ലോ എന്റെ ഞാൻ എന്തോ കഴിക്കുന്നത് ഞാൻ 4 മാസമായി ചോറ് തിന്നിട്ട് നിങ്ങൾക്ക് ചോറ് തിന്നാവാം നമ്മൾ ചോറ് തിന്ന ഉടനെ 3 നേരൊക്കെ അങ്ങ് തീർത്തിക്കും ഇതൊക്കെ എവിടെ
കൊല്ലുന്നതാണ്. എന്നെ കൊല്ലാൻ നോക്കുക. ഞാൻ ഉറക്കം സംസാരിച്ചോടെ എന്റെ മുഖത്തോട്ട് കുറെ പുകയുടെ മണമുള്ള കുറെ വെപ്രാമം രാജ്യത്തിന്റെ ദിവസം കാണിച്ചിട്ട് ഇമർജൻസിക്കാണ് പറയാൻ പോകുക. അല്ലെങ്കിൽ ശാന്തി എന്ന് പറയുക. ഇതൊക്കെ എന്തൊക്കെയോ ഇൻഷുറൻസ് ആയിരിക്കണം, മെഡിക്കൽ ഇൻഷുറൻസ്. അതിന് ഒരു ശാന്തി അല്ലെങ്കിൽ പിന്നെ എന്നെ കൊല്ലാൻ നോക്കുക, പല രീതിയിൽ എന്നെ അപായപ്പെടുത്താൻ നോക്കുക, ഷോപ്പ് ഇങ്ങനെ അതൊക്കെ ഈ ഫിലിമിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചുമ്മാതൊന്നും കേട്ടോ. ഇതൊക്കെ ഫിലിമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇല്ലാതൊന്നുമില്ല. ഇവർ അവിടെ ഇവിടെയും കയറി ഇരുന്നത് ഈ കോമലാട് എന്ന് പറയുന്നതൊക്കെ അവിടെ ഇവിടെ വന്നിട്ടും അവിടെ ഇവിടെ ഇപ്പം നോക്കി അവിടെയൊക്കെ കയറി ഇരുന്നത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കയറി ഇരിക്കുന്നു പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമാണോ? ആണോ? അണ്ണൻ അറിയാം, ഇത് അണ്ണന് കറക്റ്റായിട്ട് അറിയാം. എനിക്കറിയാം അണ്ണൻ അറിയാവുന്നത്. ഇവർ അവിടെ ഇവിടെ കേട്ടി ആണുങ്ങളെ വെച്ചിട്ട് ഞാൻ എന്റെ പേര് ഇത് പറയുന്നുണ്ടെന്നുള്ള സത്യസന്ധമായിട്ട് അണ്ണൻ അറിയാൻ എനിക്കറിയാം. അണ്ണൻ അറിയിച്ചില്ല ഇത് അപ്പൊ അണ്ണൻ അറിയിച്ചിട്ടുണ്ട്. മാറിയിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങളറിയാം, ഞങ്ങളുടെ കാര്യം നോക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളോട് ജീവിക്കുന്നു. ഇവരിങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ വെച്ച് ഞങ്ങളുടെ സ്റ്റേജിലാക്കുന്ന കാര്യം ഇവർ താഴെ അതിനുള്ള മിനിമം പരിരക്ഷ കൊടുക്കുന്നുണ്ടോ ഇവര് ഈ കള്ളക്കത്തിനൊക്കെ? അണ്ണൻ പറയുന്ന ഞാൻ ന്യായമായ കാര്യമേ ചോദിക്കുന്നുള്ളൂ. പല പരിരക്ഷയും കൊടുക്കുന്നത് ഒരു പെരുന്നാളെ കുറിച്ച് അനാവശ്യ കളർ ഉണ്ടാക്കുക. അവ ചീത്ത കേൾക്കണം. കഴിഞ്ഞ ദിവസം അണ്ണൻ കേട്ടു നോക്കി ഞാൻ ഇത് തരാം. എന്തു ഇത് സത്യം ഗുരുദേവനാണ് സത്യം. അണ്ണൻ ഈ ഇവന്മാരുടെ കള്ളത്തിൽ അറിയാമെന്ന് എനിക്കറിയാം. അണ്ണന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ പറ്റുന്നതാണ് അണ്ണന് സത്യപരമായ കാര്യം. ഇവന്മാരുടെ കള്ളത്തരങ്ങളെല്ലാം അണ്ണൻ അറിയാമെന്ന് എനിക്കറിയാം. ഇത് ശരിയാവും തെറ്റാണോ അണ്ണൻ പറ. ഇത് ശരിയാവും തെറ്റാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നു, ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നു. ചുമ്മാ അനാവശ്യ കഥകൾ ഞങ്ങളെ കുറിച്ച് ഉണ്ടാക്കും. ഇതൊന്നും ഇത് നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം. നിങ്ങളുടെ SNDP വലിയ SNDP ഒരു ഇതാണല്ലോ. ഇവന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലയോ? പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞത് കൺട്രോൾ ചെയ്യാൻ? നിങ്ങൾ ശരിക്കും ഒരു നടപടി എടുക്കാറുണ്ടല്ലോ. ഇവന്മാര് മത്സരമായിരിക്കും. നിങ്ങൾക്കിതെന്ന് ആര് പറഞ്ഞു? എണ്ണം നിങ്ങൾ രഹസ്യമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വനിതാ സംഘത്തിനെയൊക്കെ അറിയിച്ചു എന്നാണ് പരാതി വന്നത്? ആളുകളെ എന്തുകൊണ്ട് അറിയിച്ചു? ഇങ്ങനെ നടക്കുന്നത് 10 ആളുകൾ എന്തുകൊണ്ട് അറിയില്ല? എന്താ അറിയിക്കാത്തതെന്ന് നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും. അത് ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. 10 വനിതാ സംഘത്തിനെ ഇങ്ങനെ വിളിച്ച് കൊടുത്തിട്ട് പരാതി ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് അതൊന്നും പറയുന്നു. അതിനതിൻ്റെതായ ഇതുണ്ട്. അതിന് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. അതിന്റെ സ്വാതന്ത്ര്യത്തിനകത്ത് അതിന് കിട്ടിയ നിയമപരമായ എനിക്ക് ഷെയറിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വഴി വാങ്ങിച്ച 7 സെന്റ് കൊണ്ട് ഇതിനകത്ത് ഇതിനകത്തും അതിന് കിട്ടിയ ഒരു 46 സ്ഥലമുണ്ട് എനിക്ക്. അതിനകത്തും അതിന്റെ വീട്ടുമാണ് താമസിക്കുന്നത്. ഇവന്മാരാണ് നിങ്ങളോട് എതിർക്കാനോ ഇതാക്കാനോ പോകേണ്ട കാര്യമില്ല. ഇതിനെതിരെ ഒരു നടപടി വേണം. അല്ലെങ്കിൽ അവരെനി നേരെ അതിനെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഒരു രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുന്ന ഇല്ലയോ? അപ്പൊ നിങ്ങൾക്ക് നടത്താൻ പറ്റാത്ത വല്ല കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് നിങ്ങൾ ഏത് നടത്തുന്നത്? നിങ്ങൾ കുറച്ച് ആണുങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതിനോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിന്റെ വീട്ടിൽ ജീവിക്കുന്നത് ആ മഴയായിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാല് നിങ്ങൾ പറ്റത്തില്ലെന്ന് നിങ്ങൾ കാട്ടാൻ പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണോ? ഇത് ശീലമാമനെയൊക്കെ അവന്മാർ പേടിപ്പിക്കുന്നത് എന്തുവാ? ശീലമാമനെയൊക്കെ പേടിച്ച് അന്ന് ഞാൻ കണ്ട് പേടിച്ച് അന്ന് അണ്ണനുണ്ടായിരുന്നു. ഓർഗൻസിക്കൊക്കെ വെള്ളം വെച്ച് അണ്ണനുണ്ടായിരുന്നു. ഒന്ന് നോക്കി ശീലമാമനെയൊക്കെ പേടിച്ച് എന്തൊക്കെ പേടിക്കാൻ. അപ്പൊ എന്തൊരു ഗൂണ്ടായിപ്പാണ് ഇവിടെ നടക്കുന്നത് ഒലവെളിയില്. ഇതെന്തൊരു ഗൂണ്ടായിപ്പാണ്. ഈ ഒലവെളിയിലൊക്കെ ഗൂണ്ടായിപ്പ് നടക്കുന്നതാണ്. ഒത്തിരി ഗൂണ്ടായിപ്പ് നടന്നു ഞങ്ങളുടെ വീട്ടില്. ഇതുപോലുള്ള ഒരു വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്തോ ഇത് ദിവസം എന്തോ ഗൂണ്ടായിപ്പ്. എന്തിനാണ് എന്റെ പേര് കഥ ഉണ്ടാക്കുന്നത്? ഇപ്പൊ അച്ഛനാണ് എന്റെ പേര് കഥ ഉണ്ടാക്കുന്നത്. ഇവനാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്തെങ്കിലും സുധാകരന്ന് ചോദിച്ചു നോക്കിയോ എന്തെല്ലാം ചീത്തയും നിങ്ങൾ ആ വീട്ടിൽ എടുത്ത് നോക്കിയാൽ എന്തെല്ലാം ആംഗ്യങ്ങളാണ് കാണിക്കുന്നത്? ഇത്രയും ആംഗ്യങ്ങൾ എന്തെല്ലാം ഗുരുദേവന് മുന്നിൽ കാണിക്കുന്നത്? ഇതിനെ കുറിച്ച് പൂജ ചെയ്യാനിരിക്കുന്നത് ഏതെന്നാ? നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലയോ? നിങ്ങളൊന്ന് നടപടി എടുത്ത് നോക്കിയേ. നാളെ മുതൽ മഴവെള്ളിമാരെ നടക്കുമെന്ന് അറിയാം. ഒരു നടപടി അവൻ വേണ്ട നിങ്ങളെ മുന്നിൽ ചെയ്യാം. നിങ്ങൾ ആ ക്യാമറ എടുത്ത് നോക്കിയാൽ മതി. ക്യാമറ എടുത്ത് നോക്കിയാൽ എന്തൊക്കെയാ കാണിക്കുന്നത്? ഓടിക്കുന്നത് മണ്ണിൽ നിൽക്കുന്നത് ചൂടെടുക്കുന്നത് കുത്തുവളത്ത് എടുത്തോണ്ട്